ഓണറേറിയം വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ നടത്തിവന്ന രാപ്പകൽ സമരം അവസാനിപ്പിച്ചു. നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമര പ്രതിജ്ഞാ റാലി സംഘടിപ്പിക്കുമെന്നും സമരം ജില്ലാടിസ്ഥാനത്തിൽ തുടരുമെന്നും സമരസമിതി അറിയിച്ചു. പ്രധാന ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചതോടെയാണ് സമരത്തിന്റെ രൂപത്തിൽ മാറ്റം വരുത്തുന്നതെന്ന് ആശമാർ പറഞ്ഞു. 265 ദിവസം നീണ്ടുനിന്ന സമര പോരാട്ടം. ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അവസാനിപ്പിക്കുകയാണ്. 1000 രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചതും കുടിശ്ശിക വിതരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചതോടെയാണ് തീരുമാനം. ഓണറേറിയ വർധന CITUവിന്റെ ഇടപെടലിനെ തുടർന്നാണെന്ന അവകാശവാദം സമരസമിതി തള്ളി. എല്ലാ കാലത്തും ആരെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന്റെ പങ്ക് പറ്റാൻ ആളുകളൊക്കെ വരാറുണ്ട്. അങ്ങനെ ചെയ്തോട്ടെ, ഞങ്ങൾ അതിനെ കണക്കാക്കുന്നില്ല. മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലെന്നും ജില്ലാ തലങ്ങളിൽ സമരം തുടരുമെന്നും ആശമാർ അറിയിച്ചു. ഞങ്ങൾ 14 ജില്ലകളിലും നമ്മുടെ സംഘടന വളരെ അടിത്തട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് 21,000 രൂപ എന്ന് പറയുന്ന മിനിമം വേതനം, ഇപ്പോഴുള്ള മിനിമം വേതനം, ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന മിനിമം വേതനം കിട്ടുവാനുള്ള സമരം ഞങ്ങൾ തുടരും. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള വിരമിക്കൽ ആനുകൂല്യത്തിന് വേണ്ടി തുടരും. നിലവിലുണ്ടാക്കിയിരിക്കുന്ന സർക്കാർ സമ്മതിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഉറപ്പ് നൽകിയിരിക്കുന്ന കാര്യങ്ങൾ അത് ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾക്ക് വേണ്ടിയിട്ടും ഞങ്ങളുടെ സമരം തുടരും. നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരപ്രതിജ്ഞാ റാലി സംഘടിപ്പിക്കും. പ്രതിപക്ഷ നേതാവ് റാലി ഉദ്ഘാടനം ചെയ്യും. പ്രതിമാസ ഓണറേറിയം 21,000 രൂപയാക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക തുടങ്ങിയവയാണ് ആശമാരുടെ പ്രധാന ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാത്ത സർക്കാരിനെതിരെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തുമെന്നും സമരസമിതി അറിയിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.